ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം ഈ ഭവനത്തിൽ വീണ്ടും ദൈവവചനം പഠിക്കാനുള്ള സാവകാശം ദൈവം നൽകിയതും എല്ലാ നന്ദിയോടും കൂടെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിലേക്ക് വന്നു. കർത്താവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മെ നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നാം പ്രാർത്ഥനയിൽ ഓർത്തുപോലെ മഹാനിയോഗം, അതിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെ അധികരിക്കുന്ന ആത്മീക പാഠങ്ങളാണല്ലോ നാം ചിന്തിച്ച് വരുന്നത്. ഈ പഠനത്തിൻ്റെ രണ്ടാമത്തെ പാഠത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. എന്താണ് മഹാനിയോഗം എന്നുള്ളതിന് പറയാവുന്ന ചില ഉത്തരങ്ങളാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നാം ധ്യാനിച്ച് വന്നത്. ഞാൻ ആ ഉത്തരങ്ങൾ മാത്രം ഒന്ന് എടുത്തു പറയുന്നു. അത് നമുക്കത് ഹൃദയസ്ഥമാക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ കൈമാറിയ കൽപ്പനയാണ് മഹാനിയോഗം എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ നമ്മൾ അന്ന് ചിന്തിക്കാനിടയായിട്ട് തീർന്നതാണ്. ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനവും അതിൻ്റെ മഹത്വവും ഒക്കെ നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവപുത്രൻ നൽകിയിട്ടുള്ള കൽപ്പന എന്ന നിലയിൽ എന്ത് പ്രാധാന്യത്തോടു കൂടി നാം അത് ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നാം അവിടെ കാണുകയായിരുന്നു. അനുസരണം ഏറ്റുവാങ്ങിയവരാണ് ഈ വലിയ നിയോഗം ഏറ്റുവാങ്ങിയത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അവരുടെ അനുസരണം ഉറപ്പിച്ചിട്ടാണ് കർത്താവ് ഈ വലിയ ഉത്തരവാദിത്വം അവരെ പരമേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ നാം ഓർത്തതുപോലെ സർവാധികാരിയായ യേശുക്രിസ്തുവാണ് മഹാനിയോഗം നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിലൊക്കെ വലിയൊരു പാഠമുണ്ട്. ഈ നിയോഗം അനുസരിക്കണ്ട എന്ന് പറയുവാൻ ലോകത്തിലെ ഒരധികാരത്തിനും അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് നാം ഇതിൻ്റെ നിർവഹണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ളതായ അനുസരണത്തിൻ്റെ ആവശ്യകതയും വിശ്വസ്തതയുമാണ് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. നാലാമത്തെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തു, വളരെ കൃത്യതയിൽ അനുസരിക്കേണ്ടതാണ് ഈ നിയോഗം. ഒരുവിധമൊക്കെ എങ്ങനെയെങ്കിലും അത് അനുസരിച്ചാൽ പോരാ, പിന്നെയോ ഏറ്റവും കൃത്യമായിട്ട് അത് സൂക്ഷിക്കണം. നമ്മുടെ തലക്കെട്ടുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. ഈ കൃത്യതയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ വ്യതിചലിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എന്ത് വ്യതിചലിച്ചോ അങ്ങോട്ട് മടങ്ങി വരണം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. കൃത്യതയിൽ നിന്ന് എവിടെയൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടോ അതിൽ ക്രമപ്പെടാനായിട്ട് സാധിക്കണം. സ്വാഭാവികമായിട്ട് ഇത്രയെങ്കിലുമൊക്കെ സാധിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നുള്ളത് നാം ഇവിടെ ഓർക്കുകയുണ്ടായി. കൃത്യമല്ലാതെയും മഹാനിയോഗമൊക്കെ അനുസരിക്കുന്നത് പക്ഷേ നിത്യതയിലെ വലിയ നഷ്ടമായിരിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം, ഗിരിപ്രഭാഷണത്തിലൊരു വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ കൃത്യമായിട്ടുള്ള ആചരണം എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അഞ്ചാമത്തെ ഉത്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചത്. പരിശുദ്ധാത്മ നടത്തിപ്പിൽ നിർവഹിക്കേണ്ടതാണ് മഹാനിയോഗം. അതിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിക്കാൻ ഇടയായിട്ട് തീർന്നിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതിരുന്നൊരു വാക്യം ഞാൻ ഇവിടെ ചേർത്ത് പറയുകയാണ്.
മഹാനിയോഗത്തിൽപ്പെട്ടതാണ് പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ആ വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോടും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത് എൻ്റെ സാക്ഷികൾ ആകും. എവിടം വരെയാ? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ എൻ്റെ സാക്ഷികളാകുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. എന്നാൽ അവിടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ ശക്തി പ്രാപിച്ചവർക്ക് ഈ സാക്ഷ്യം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ശക്തി പ്രാപിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അർത്ഥം ഞാൻ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ ലളിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ളതായ സത്യം, ഈ നിയോഗം കർത്താവ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശക്തിയാണ് ഈ നിയോഗ നിർവഹണത്തിൻ്റെ വിജയത്തിനാധാരം എന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ ഒരു ലിസ്റ്റ് കൂടി ഈ ക്ലാസ്സിൽ ഒത്തിരി വിശദമല്ലാതെ പറഞ്ഞ് പോകാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് മാളികമുറിയിലെ പ്രസംഗത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായ വാഗ്ദത്തം നൽകുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് നമുക്കറിയാമല്ലോ, ഓർക്കുന്നുണ്ടോ? കാര്യസ്ഥൻ എന്നാണ് ഉപയോഗിക്കുന്നത്. കാര്യസ്ഥൻ എന്നുള്ളതിന് സഹായകൻ എന്ന ഒരർത്ഥം വളരെ പ്രധാനമായിട്ടുണ്ട്. അതുകൊണ്ട് ഹെൽപ്പർ എന്നുള്ളതായ വാക്ക് ഇംഗ്ലീഷ് ബൈബിളിലുമൊക്കെ അധികം ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിശാലമായ നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ഒരാൾ ഈ മഹാനിയോഗം കൃത്യമായിട്ട് നടത്തണം എന്ന് തീരുമാനിച്ചാൽ, ഒരാൾ തീരുമാനിക്കുന്നതിനേക്കാൾ പ്രധാനം ഒരു സ്ഥലം സഭ കർത്താവ് തന്ന മഹാനിയോഗം ഏറ്റവും ശരിയായിട്ട് നടത്തണം എന്ന് ആഗ്രഹിക്കുവാൻ, അങ്ങനെ നിർണയിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടുന്ന എല്ലാ സഹായവും നൽകും. അപ്പം അതുകൊണ്ട് നന്ദിനമത്താന്ത പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണിങ്ങനെ ഭൂമിയിൽ എല്ലായിടവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ആരെ അന്വേഷിക്കുന്നത്? തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അത് ഒത്തിരി വിഷയത്തിൽ പ്രസക്തമായുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവ് തന്ന മഹാനിയോഗം ഏറ്റവും ശരിയായിട്ട് അനുസരിക്കണം എന്ന് ഒരു വ്യക്തിയോ ഒരു സ്ഥലം സഭയോ നിർണയിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ സഹായവും നൽകും. അപ്പം സഹായകനായ കർത്താവിനെ സഭയോട് കൂടെ എന്നും ഇരിക്കേണ്ടതിനു വേണ്ടി അയച്ചിരിക്കുന്നു എന്നുള്ളതായ വിലപ്പെട്ട സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സഹായത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. കാര്യസ്ഥൻ എന്നുള്ള വാക്കിന് നമ്മുടെ ഭാഷയിലുമൊക്കെ വേറൊരു അർത്ഥം കൂടി നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട്, ചിന്തിക്കാവുന്നതുമാണ്. എന്താണ് അർത്ഥം? കാര്യസ്ഥൻ എന്നുള്ളത് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നോക്കി നടത്തുന്ന ആൾക്ക് ആ വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. പണ്ടൊക്കെ വലിയ വലിയ തറവാടുകളിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുകൾ ഈ വാക്കാണ് ഉപയോഗിക്കാറ്.
ഞങ്ങളുടെ തറവാടിന് മുമ്പിൽ കൂടെ ഒരാൾ എല്ലാ ദിവസവും രാവിലെ അടുത്തുള്ള ഒരു വലിയ ഭവനത്തിലേക്ക് പോകും. അപ്പോൾ പോകുമ്പോഴൊക്കെ ഇയാൾ പോകുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത് അദ്ദേഹം ഈ മനയിലെ കാര്യസ്ഥനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ വാക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു പരിചയം തോന്നിയത് ഈ പ്രതിപാദനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ അന്ന് മുതൽ കാണാനിടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവാണ് ദൈവസഭയോടു കൂടെ എന്നേക്കും ഇരുന്ന് സഭയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്. അത് നമ്മുടെ ഈ പഠനത്തിൽ ഒത്തിരി വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷ വിഹിത കൂട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായ പഠനങ്ങൾ, അതിൻ്റെ പ്രായോഗിക വശം വല്ലാതെ വ്യതിചലിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വ്യതിചലിച്ച് പോയതിൻ്റെ അപമാനം ഒരർത്ഥത്തിൽ സമൂഹം മുഴുവനും ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് പൊതുവെ ഇതൊരു നാണക്കേടായിട്ടും തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതായൊരു സത്യമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതായ കാര്യങ്ങൾ വഴിതെറ്റിയ നിലയിൽ വളരെയധികം നമ്മൾ കാണുകയാണ്. അതിനെക്കുറിച്ചൊരു സമഗ്രമായ പഠനം ഈ പഠനത്തിൻ്റെ കൂട്ടത്തിൽ പറയാനായിട്ട് നിവൃത്തിയില്ല. എങ്കിലും എൻ്റെ മനസ്സിലെ ഒരു ഭാരമാണ് എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് പറയണം എന്നൊരു പ്രകാശനം ദൈവാത്മാവ് തന്നതുകൊണ്ട് അത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തോരം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് സഭയിൽ നിർവഹിക്കുന്നതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ഒരു ഔട്ട്ലൈൻ ലിസ്റ്റ് മാത്രം നമ്മളൊന്ന് കണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി വിശദീകരിക്കണ്ടല്ലോ. ആത്മാവ് ആളത്വരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പെന്തക്കോസ്ത് നാളിലാണ് ആത്മസ്നാനം നടന്ന് സഭാശരീരം രൂപപ്പെട്ടത്. അത് ഞാൻ ചുരുക്കമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച ആകൊണ്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാണ് ഒരു സ്ഥലം സഭയെ പരിപാലിക്കാനായി മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്നത്. അതിന് ഒരു റെഫറൻസേ നമ്മൾ കുറിച്ചിട്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കൊന്ന് പറയാമോ റെഫറൻസ് ഏതാന്ന്? അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം എത്രയോ കൃത്യമായി പറയുക. എഫെസോസിൽ നിന്ന് വിളിച്ചു വരുത്തപ്പെട്ട മൂപ്പന്മാരോട് പറയുകയാണ്, ആത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഓരോ സഭയിലും അങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ ഇന്ന് ക്രിസ്തീയ കോളത്തിലേക്ക് നോക്കിയാൽ അങ്ങനെ തോന്നുകയില്ല. ഇങ്ങനെയുള്ള ആളുകളെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു, വേറൊരു സമയം വരുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിന് ഇങ്ങനെയൊരു വകുപ്പ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നേയില്ല. അപ്പോൾ ശരിയിൽ നിന്ന് എന്തൊരു വ്യതിചലനമാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് ആളുകളെ മാറ്റാനുള്ളതായ അധികാരം ഉണ്ട്. അപ്പം അങ്ങനെ മാറിയ ഒരാളാണ് ഞാൻ. 1-2 സ്ഥലങ്ങൾ മാറിയ ഒരാളാണ്. വേറെ ആരും മാറ്റിയതല്ല, ദൈവാത്മാവ് മാറ്റിയത് കൊണ്ട് മാറിയതാണ്. അപ്പം അതിനുള്ളതായ അത് ദൈവാത്മാവ് ചെയ്യുന്നതായൊരു കാര്യമാണ്. ദൈവസഭയുടെ വളർച്ചയിലെ വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകവുമാണിത്. പക്ഷേ ഇപ്പോഴീ കാണുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഒരു പരിചയമില്ലാത്തതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് എന്തൊരു വലിയ വ്യതിചലനമാണ് നമുക്കിവിടെ
കാണുവാനായിട്ട് സാധിക്കുന്നത്. സാന്ദർഭികമായിട്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പരിശുദ്ധാത്മാവാണ് സഭയ്ക്ക് ആവശ്യമായ ആത്മീക ഭക്ഷണം നൽകുന്നത്. വെളിപ്പാട് 2-3 അധ്യായങ്ങളിലായി 7 വട്ടം ആവർത്തിക്കുന്നൊരു വാചകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതാണ്. ഒന്ന് പറയാമോ വാചകം? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ സഭയ്ക്ക് ആവശ്യമായ ആത്മീക ആഹാരം വിളമ്പാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന്, ആ കാര്യസ്ഥന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര പ്രധാനപ്പെട്ടതായൊരു കാര്യമാണത്. അതുകൊണ്ട് ഒരു സഭ ആത്മീകമായ പോഷണം പ്രാപിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതിൽ ദൈവാത്മാവിൻ്റെ വളരെ കൃത്യമായ പങ്ക് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ സഭയിൽ വചനം പറയുന്ന ആളുകളുമൊക്കെ ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് പരിശുദ്ധാത്മ സഹായത്താൽ ദൈവത്തിൻ്റെ വചനം പങ്കിടാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ കൂടി ഞാൻ അവിടെ ചേർത്ത് ഓർപ്പിക്കാം. അത് ഞാനൊന്ന് ചുരുക്കമായി വിശദീകരിക്കുകയും ചെയ്യാം. അപ്പം 4-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവാണ് മഹാനിയോഗ നിർവഹണത്തെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കൽപ്പന ഉണ്ട്. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ എവിടെയൊക്കെ സാക്ഷികളാകാം? യെരുശലേമിൽ, യഹൂദ്യയിൽ, ശമര്യയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികൾ ആകാം. അപ്പോൾ എന്തോ ഒരു വിശാലമായ അർത്ഥത്തിൽ നിർവഹിക്കാവുന്ന നിയോഗമാണ് തന്നിട്ടുള്ളത്. അവിടെ എല്ലാവരും ഇങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം ഓടുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? അല്ല. അപ്പോൾ ആ നിയോഗ നിർവഹണത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വളരെ കൃത്യമായ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തിൻ്റെ സത്യം പ്രവൃത്തികളുടെ പുസ്തകത്തിലുമൊക്കെ വളരെ ഭംഗിയായി വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓരോ സഭയും എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് ഈ സാക്ഷ്യം വഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ നിയമം അവരവർ പ്രാർത്ഥിച്ച് അതിൻ്റെ ദൈവഹിതം കണ്ടെത്തിക്കൊള്ളണം. പക്ഷേ ഇതിൻ്റെ പ്രമാണം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അടുത്ത വാചകോട് അപ്പോൾ അവിടെ പറയുന്നതായ കാര്യം എന്ത് കൃത്യമായിട്ടാണ് പറയുന്നത്? ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാണ്? വിലക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും പ്രസംഗിക്കാനുള്ളതായ നിയോഗം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ എവിടെയെങ്കിലും പ്രസംഗിച്ച് പോകാം എന്നവർ വിചാരിക്കുമ്പോൾ അവിടെ പ്രസംഗിക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ടതായ കാര്യം, പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളിലും അപ്പോസ്തലന്മാരെ തന്നെ നിയന്ത്രിച്ചിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അപ്പോസ്തലന്മാർക്ക് വേറിട്ട അപ്പോസ്തലിക അധികാരമുള്ള ആളുകളാണ്. ആ അധികാരത്തെ ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായ ഈ സുവിശേഷവൽക്കരണത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു വിലക്കും ഒക്കെ ഉണ്ടായി എന്നിരിക്കലും അത് വേറൊരു സ്ഥലത്തേക്കുള്ളതായ ഒരു വഴി തുറക്കൽ
ആയിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മക്കതോന്യക്കാരനായ ഒരാൾ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായിട്ട് ഒരു ദർശനം ദൈവദാസന്മാർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കാനുള്ള പരിശുദ്ധാത്മ നിയോഗമായിട്ട് ആ ദൈവദാസന്മാർ അത് ഏറ്റെടുത്ത് അനുസരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു മക്കതോന്യ വിളിയുടെ ചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്ന ആ സുവിശേഷ പ്രവർത്തനത്തിൽ ഈ മക്കതോന്യയിൽ നിന്നുള്ളതായ ആ വിളിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിലക്ക്, ഒരു തടസ്സം, പക്ഷെ വേറൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ മക്കതോന്യൻ വിളി ഉണ്ടായ ശേഷം അതിനോട് അനുസരണം കാണിച്ച് അപ്പോസ്തലനായ പൗലോസും സഹപ്രവർത്തകരും സുവിശേഷം അറിയിക്കുമ്പോൾ ആദ്യം രൂപപ്പെട്ടതായ ഒരു സഭയുണ്ട്. ഏത് സഭയാണ് നിങ്ങൾക്കറിയാമോ? ഫിലിപ്പിയ സഭ ആദ്യം അങ്ങനെ രൂപപ്പെട്ടതായ സഭയാണ്. ഫിലിപ്പിയ സഭയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് രൂപപ്പെട്ട സഭയാണ് ഫിലിപ്പിയ സഭ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരെ ഈ വിഷയത്തിൽ നിയന്ത്രിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൽ ഒരു സ്ഥലം സഭ രൂപവൽക്കരിക്കപ്പെടത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് കാര്യങ്ങളെ നിയന്ത്രിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ നിയോഗ നിർവഹണത്തിൻ്റെ വഴിയിൽ എത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലോസ് പോലും മനസ്സിൽ കണക്ക് കൂട്ടാത്ത വലിയ കാര്യമാണ് അന്ന് സംഭവിച്ചത്. കാരണം സുവിശേഷവൽക്കരണത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകമെമ്പാടും സുവിശേഷത്തിൻ്റെ വിത്തുകൾ ചിതറി വീഴത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീർന്നത് യൂറോപ്പിൽ നിന്ന് സുവിശേഷം അനേക സ്ഥലങ്ങളിലേക്ക് പിൽക്കാലത്ത് എത്തി എന്നുള്ളതാണ്. അതിന് പല മുഖാന്തരങ്ങളുണ്ടായിട്ടുണ്ട്, അത് ഞാൻ വിസ്മരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലും സുവിശേഷം അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന മിഷണറിമാർ മുഖാന്തരം അറിയിക്കപ്പെടുവാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നാം എല്ലാവരും അറിയുന്നതായ വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ വലിയ നിയോഗം കർത്താവ് കൊടുത്ത് പൗലോസ് അപ്പോസ്തലൻ്റെ നേതൃത്വത്തിൽ ആ ശുശ്രൂഷ നടക്കുന്നതിൻ്റെ ചരിത്രം ദൈവാത്മാവ് എഴുതുമ്പോഴും പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ നിയന്ത്രിച്ചാണ് എങ്ങനെ മുൻപോട്ട് പോയതെന്നുള്ളത് ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. എന്തിനാണ് അത് പഠിപ്പിച്ചേക്കണത്? അത് നമുക്കുള്ള വലിയൊരു പാഠമാണ്. കാരണം കർത്താവിൻ്റെ സുവിശേഷം ഒരു വ്യക്തിയോ ഒരു സഭയോ അതറിയിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ട് ഈ കാര്യം നിർവഹിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസും മറ്റുമൊക്കെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഒരു സ്ഥലം സഭയുടെ വളരെ പ്രധാനപ്പെട്ട സുവിശേഷവൽക്കരണത്തിൻ്റെ ഫലമായിട്ടും കൂടിയാണ് ആ ശുശ്രൂഷയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഏത് സഭയുടെയാണെന്ന്? അന്ത്യോക്യ സഭയിൽ നിന്നാണ് അപ്പോസ്തലനായ പൗലോസും സഹപ്രവർത്തകരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത് ഈ ദൈവദാസന്മാരാണ് എന്നിരിക്കലും പ്രിയപ്പെട്ടവരെ,
അന്ത്യോക്യ സഭ മുഖാന്തരം നിർവഹിക്കപ്പെട്ടതായ വളരെ മനോഹരമായ ശുശ്രൂഷയുടെ ചരിത്രമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ തുടക്ക അധ്യായങ്ങളിൽ വേറൊരു സ്ഥലം സഭയിൽ നിന്നാണ് സുവിശേഷം അധികവും പോയിട്ടുള്ളത്. ഏത് സഭയിൽ നിന്നാണ്? യെരുശലേമിലെ സഭയിൽ നിന്നാണ്. പക്ഷേ 13-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ആ കാര്യത്തിനൊരു വ്യത്യാസം ഉണ്ടാകുകയും അന്ത്യോക്യ സഭയുടെ നിയന്ത്രണത്തിലും ശുശ്രൂഷയിലും കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പൗലോസും സഹപ്രവർത്തകരൊക്കെ വളരെ ബന്ധപ്പെട്ട് ഒരിടം കടന്നുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ എവിടെ പോയാണ് ഇതിൻ്റെ എല്ലാം സാക്ഷ്യം പറയുന്നത്? അന്ത്യോക്യയിലേക്ക് മടങ്ങിപ്പോയി ദൈവം തങ്ങളോട് കൂടി ഇരുന്ന് പ്രവർത്തിച്ചതായ കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ പദ്ധതികൾ, അതിൻ്റെ പ്രവർത്തന രീതികൾ എത്രയോ കൃത്യമായി ഈ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ദൈവസഭയുടെ ചരിത്രത്തിലും വളർച്ചയിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്ഥലം സഭയിൽ നിന്ന് മറ്റൊരു സ്ഥലം സഭ രൂപപ്പെടുക എന്നുള്ളതാണ് നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ കാണുന്നതായ വളരെ മനോഹരമായ രീതിയായി നമ്മൾ കാണുന്നത്. ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. എങ്കിലും 2 വാചകങ്ങൾ ഞാനിവിടെ ഒന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സാധാരണ പഠിപ്പിക്കുന്നൊരു സത്യമാണ്, പഠിക്കുന്നൊരു സത്യമാണ്, ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ബട്ട് ആൻ ഓർഗാനിസം. സഭ ഒരു സംഘടനയല്ല, പിന്നെ ജീവൽ ഘടനയാണ്. പക്ഷേ ഇന്ന് സഭകളൊക്കെ സംഘടനകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സഭകളൊക്കെ സംഘടനകളാക്കാനുള്ള വലിയ ബദ്ധപ്പാടിൽ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ ഉൾപ്പെട്ട് പോവുകയാണ്. ഈ അടിസ്ഥാന സത്യം മറന്നു പോകാനായിട്ട് പാടില്ല. സഭയൊരു സംഘടനയല്ല, പിന്നെ സഭയൊരു ജീവൽ ഘടനയാണ്. ഇനി ഞാനൊരു വാചകം പറയുകയാണ്, ഒരു ജീവൽ ഘടനയിൽ നിന്നാണ് മറ്റൊരു ജീവൽ ഘടന രൂപപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികൾ എത്രയോ കൃത്യമാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അത് വളരെ കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രമാണം, ആ പ്രവർത്തന വിധം എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ ഈ മഹാനിയോഗത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവാത്മാവിൻ്റെ ആ നിയന്ത്രണം എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. മറ്റൊരു സത്യം കൂടി ഞാൻ നേരിട്ട് മഹാനിയോഗത്തോട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ ചേർത്ത് പറയുകയാണ്. മഹാനിയോഗത്തോടുള്ള അനുസരണത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇത് പ്രസംഗിക്കുന്നവരും ഓർത്തിരിക്കണം. അല്ലാണ്ട് എൻ്റെ മികവ് കൊണ്ടും എൻ്റെ ഭാഷാപാണ്ഡിത്യം കൊണ്ടും വാചക കസർത്ത് കൊണ്ടും ആളുകൾക്ക് പാപബോധം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നിടത്ത് ഈ ശുശ്രൂഷയുടെ എല്ലാ മഹത്വവും ചോർന്നു പോകും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് എന്ത് കൃത്യമായിട്ടാണ് ആ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ, ഈ മഹാനിയോഗത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഈ വലിയ സത്യം എല്ലാ ഗൗരവത്തിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഈ മാളികമുറിയിലെ പ്രസംഗം ഇപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. ഈ വാക്യങ്ങൾ നമുക്ക് പരിചയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു പോകാം. 16-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ഒത്തിരി വിശദീകരണം ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ആ ഒടുവിലത്തെ രാത്രിയിലെ പ്രസംഗമെന്ന് അതിന് അത്ര പറയാൻ പറ്റില്ല. കാരണം 11 ശിഷ്യന്മാരാണ് അത് കേൾക്കാനായിട്ട് ഉണ്ടായിരുന്നത്.
ഗിരിപ്രഭാഷണം പറഞ്ഞ പോലെ ആയിരങ്ങളൊന്നും കേട്ടതായ പ്രസംഗമല്ല. ഈ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ഒരുത്തനും പോയി കഴിഞ്ഞ ശേഷമാണ് കർത്താവ് പറഞ്ഞത്. യൂത പോയി കഴിഞ്ഞ ശേഷമാണ് കർത്താവിൻ്റെ ആ സന്ദേശം ആരംഭിക്കുന്നതായിട്ട് കാണുന്നത്. ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് കർത്താവ് പങ്കിട്ട് കൊടുത്തതായ ആത്മീക സത്യങ്ങൾ അവിടെ കാണുകയാണ്. ഇതിലൂടെ ഞാൻ ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എനിക്ക് വലിയൊരു പ്രചോദനമാണത്. കാരണം നമ്മുടെ കർത്താവ്, ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട് വന്ന കർത്താവ്, ആ രക്ഷണ്യ പ്രവൃത്തി തികയ്ക്കാൻ പോവുകയാണ്. പിറ്റേ ദിവസം ക്രൂശിലേക്ക് പോവുകയാണ്. എഴുന്നേൽപ്പിൽ നാം പോകാം എന്നൊക്കെ പറയുന്നതായ വാക്യം ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിനു മുമ്പ് 3.5 വർഷം തൻ്റെ കൂടെ കൊണ്ടു നടന്ന ആളുകളോട് എന്തോ ഒരു കാതലായിട്ടുള്ള സത്യങ്ങളാണ് പകർന്നു കൊടുക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. എൻ്റെ മനസ്സിലൊരു തീയാണിതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് 10,000 മുമ്പിൽ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പിന്നെയോ നമ്മുടെ കർത്താവ്, നമ്മുടെ ഗുരുനാഥൻ്റെ മാതൃക ഈ 11 പേരോട് എന്തോരു സത്യങ്ങളാണ് ആ ഒരു രാത്രി കൊണ്ട് പറഞ്ഞ് ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഈ അപ്പോസ്തലന്മാരൊക്കെ പിന്നീട് യോഹന്നാനും പത്രോസും ഒക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനങ്ങളിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ഓർക്കും, അന്ന് രാത്രിയിൽ അവരവിടെ ഇരുന്ന് കേട്ടതായ കാര്യങ്ങൾ അവർ പിന്നീട് വരമൊഴിയായിട്ട് അവരാ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ എത്രയോ കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ക്രിസ്തീയ സഭയുടെ വളർച്ചയിൽ നാം കാണുന്നൊരു കാര്യം, എൻ്റെ മനസ്സിലൊരു തീയെന്ന് ഞാൻ പറഞ്ഞത്, ഒരു സഭ ഏറ്റവും ശരിയായ നിലയിൽ വചനപ്രകാരം സാക്ഷ്യം വഹിക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്ത് ആ തലമുറയിലോ വരും തലമുറയിലോ സാധിക്കും എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് ആർക്കും കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയില്ല. കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും അത്. വേറെ തെളിവൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. ഈ 11 ശിഷ്യന്മാരിലേക്ക് കർത്താവ് കൈമാറിയതായ ആ സത്യങ്ങൾ പിൽക്കാലത്ത് എത്രയധികം വ്യാപകമായ നിലയിൽ ലോകമെമ്പാടും പ്രചരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഒരു സഭയ്ക്കകത്തുള്ളതായ സ്നേഹത്തിൻ്റെ മഹത്വം ഏത് പ്രസംഗത്തിലാണ് കർത്താവ് പഠിപ്പിച്ചത്? ഈ മാളികമുറിയിലെ പ്രസംഗത്തിലാണ്. കർത്താവ് തൻ്റെ ആ 11 ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ആ കൽപ്പന ഏറ്റെടുത്ത് ഇന്ന് എത്രയോ സഭകൾ ആ സ്നേഹത്തിൻ്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചു, എൻ്റെ ശിഷ്യന്മാരുടെ അത് തുടങ്ങട്ടെ എന്നാഗ്രഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, എനിക്കും നിങ്ങൾക്കും ഈ വലിയ മൂല്യം ഏറ്റെടുക്കാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെയും, നമ്മുടെ തലമുറയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ കാര്യം കൊണ്ട് പിൽക്കാലത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടാകും എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മെ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും ശരിയായി നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്നുള്ളതായ മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടതായ കാര്യം ആദ്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒടുവിലത്തെ രാത്രിയിൽ പഠിപ്പിച്ച് അവരിലേക്ക് കൈമാറുന്നു എന്നുള്ളതായ മഹനീയമായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാക്കോടെ ചേർത്ത് പറയട്ടെ. ഈ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ വേറൊരു സത്യം നമ്മൾ കാണുന്നുണ്ട്. ഒരു കുടുംബം, പ്രമാണം സൂക്ഷിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുകയാണ്. ആ കുടുംബത്തിൻ്റെ പേര് നമുക്കറിയാം. ആരുടെ കുടുംബമാണ്? നോഹയുടെ കുടുംബമാണ്. ആ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്, കർത്താവ് തന്നോട് കൽപ്പിച്ചതൊക്കെയും അവൻ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഉൽപ്പത്തി 6:28, 7:5 നമുക്ക് നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കുടുംബം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചുരുക്കം കുടുംബങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കുടുംബം ഈ കാര്യത്തിൽ ശരിയായി നിന്നു എന്നുള്ളത് കൊണ്ട് ലോകത്തിൻ്റെ പിൽക്കാല ചരിത്രം മുഴുവനും ആ കുടുംബത്തിലൂടെയാണ് ദൈവം പൂർത്തീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്.
അപ്പോൾ കുടുംബം ദൈവത്തിൻ്റെ സ്ഥാപനമാണെന്നുള്ളത് കൊണ്ട് അത് എത്ര പ്രധാനപ്പെട്ടതായ ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം പറയാൻ ശ്രമിക്കുന്നതായൊരു കാര്യം, ഓരോ കുടുംബങ്ങളും ആ വലിയ സത്യം മനസ്സിലാക്കി ശരിയായി പോകാനുള്ള സമർപ്പണത്തിലേക്ക് വരിക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ആ കുടുംബം അത് ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ഞാൻ അടുത്ത സ്റ്റെപ്പ് കൂടെ പറയുക. ഒരു കുടുംബം ശരിയായി പോയാൽ ഇത്രയും പ്രയോജനമുണ്ടെങ്കിൽ, ഒരു സ്ഥലം സഭ ഏറ്റവും ശരിയായി പോയാൽ ആ സ്ഥലം സഭയെ കൊണ്ട് കർത്താവിന് എത്രയോ കാര്യങ്ങൾ ഈ തലമുറയിലും വരുന്ന തലമുറകളിലും നിർവഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ മഹാനിയോഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ തെറ്റിച്ച് പോകുന്നതിന് നടുവിൽ നമ്മളിപ്പോൾ ഒരു സഭ അങ്ങനെ പോയിട്ട് എന്നാ കാര്യം, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കാരണം ദൈവം ഒരു പ്രകാശനം നമുക്ക് തരുമ്പോൾ, വെളിച്ചം നൽകുമ്പോൾ, ആ വെളിച്ചത്തോട് എനിക്കും നിങ്ങൾക്കും വിശ്വസ്തരായിരിക്കാനായിട്ട് സാധിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ നിന്ന് വലിയ കാര്യങ്ങൾ നമ്മുടെ തലമുറയിൽ സാധിച്ച് എടുക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ഇനി ഇവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതും ഈ മഹാനിയോഗവും തമ്മിൽ എന്തോരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു കാര്യം ഒന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. എന്തോരം പ്രസംഗം പറഞ്ഞാലും ആർക്കും പാപബോധം ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുക. പ്രസംഗം എത്ര ഗംഭീരാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ സുവിശേഷം വളരെ ഭംഗിയായിട്ടൊക്കെ പ്രസംഗിച്ചു, എല്ലാ ആശയങ്ങളും ഒക്കെ ഒരുക്കി ഭംഗിയായിട്ടൊക്കെ പറഞ്ഞു. ആർക്കും പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യം സാധിക്കാനായിട്ടില്ല. ആരും കൃപയിലേക്ക് വരുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, പാപബോധം നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ദൈവാത്മാവ് പാപബോധത്തിലേക്ക് ജനത്തെ വരേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം പറയുക എന്നുള്ളതാണ് പറയുന്നവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെത്ര സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കാനായിട്ട് ആവശ്യമുള്ളതായ ഒന്നാണ്. ഇവിടെ ഈ കാര്യം പറയുമ്പോൾ ഏത് പാപത്തെക്കുറിച്ചാണ് ബോധം വരുത്തുന്നത് എന്നുള്ളതിന് നമ്മൾ അന്വേഷിച്ചൊന്നും പോകണ്ട. വളരെ കൃത്യമായിട്ട് അവിടെ അതിൻ്റെ ഉത്തരവുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ എന്താ? അവർ എന്നിൽ വിശ്വസിക്കായകയാൽ പാപത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നതായ പാപം കുലപാതകമോ വ്യഭിചാരമോ മോഷണമോ അതൊക്കെ എണ്ണപ്പെട്ട പാപങ്ങളാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ബോധവും പരിശുദ്ധാത്മാവ് വരുത്തും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, ഇവിടെ പറയുന്നതായ പാപം യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത പാപമാണ്. അതിൻ്റെ പ്രാധാന്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഇപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത പാപമാണ് ഒരു വ്യക്തിയെ എവിടെ എത്തിക്കുന്നത്? നിത്യനരകത്തിൽ എത്തിക്കുന്നത്. അതിൻ്റെ വാക്യങ്ങൾ നമ്മൾ പരസ്യത്തിൽ മിക്കവാറും പറയുന്ന വാക്യമല്ലേ, അപ്പോൾ അതുകൊണ്ട് വായിക്കണം നിർബന്ധമില്ലല്ലോ. 2 ദിവസം എടുക്കും. 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഒരു പാപി നരകത്തിൽ പോകുന്നത് എനിക്ക് ഈ സുവിശേഷം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കാതിരിക്കുന്ന പാപം, അതാണ് ഏറ്റവും വലിയ പാപം. ഞാൻ ആദ്യം പറഞ്ഞ പാപമൊക്കെ വലിയ പാപങ്ങളിൽ ലിസ്റ്റിൽ പെടും. പക്ഷേ ആ പാപത്തിനൊക്കെ എവിടെ പരിഹാരമുണ്ട്? ക്രൂശിൽ പരിഹാരമുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒരാൾ കൊലപാതകനാണെന്ന് വിചാരിച്ച് അവനെ നരകത്തിൽ ദൈവം വിടൂല്ല. അവൻ്റെ ആ പാപവും ക്ഷമിക്കും. പക്ഷെ നരകത്തിൽ വിടുന്ന പാപം യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അവിശ്വസിച്ച് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സുവിശേഷം തള്ളിക്കളയുന്നതായ
പാപമാണ്. അതിനെക്കുറിച്ചുള്ളതായ വലിയ ബോധമാണ് ദൈവാത്മാവ് ഒരു പാപിയുടെ ഹൃദയത്തിൽ നൽകുന്നത്. ബാക്കി രണ്ട് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വന്നാൽ നന്നായിരിക്കും. കാരണം കർത്താവ് പറഞ്ഞ ബാക്കി രണ്ട് കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ആത്മാക്കളെ പാപബോധത്തിലേക്ക് നയിച്ച് സുവിശേഷം സ്വീകരിക്കത്തക്കവണ്ണം ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വചനം പ്രസംഗിക്കാനൊക്കെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ്, ഞാൻ സുവിശേഷത്തിൻ്റെ മർമ്മം അത് പറയാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പൗലോസ് മുഖ്യപ്രസംഗി എന്നൊക്കെയാണ് നമ്മൾ വേദോസി വായിക്കുന്നത്. പക്ഷേ ആ മുഖ്യപ്രസംഗം ഇപ്പോൾ വിശ്വാസികൾക്ക് എഴുതുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിച്ചാലേ ആത്മാക്കൾക്ക് പാപബോധം ഉണ്ടാകുമാറ് വചനം പങ്കിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച എല്ലാ ഗൗരവത്തിലും സൂക്ഷ്മതയിലും പാലിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ മഹാനിയോഗ നിർവഹണത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വഹിക്കുന്ന പങ്ക് എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ നിയോഗം വിശ്വസ്തമായി നിർവഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ് വിനയത്തോടെ ആശ്രയത്തോടെ ഈ നിയോഗം നിർവഹിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ സൂക്ഷ്മതയോടെ ഈ കാര്യത്തിൽ മുൻപോട്ട് പോകത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.